Reaper ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അമൽ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് റീപ്പറിലെ മിക്സിങ്ങിനുള്ള സ്റ്റെം കിട്ടുമ്പോൾ അത് ട്രാക്സ് അറേഞ്ച് ചെയ്യുന്നതും അല്ലെ എങ്ങനെ റിനെയിം ചെയ്യണമെന്നും എങ്ങനെ കളർ കോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ട്രാക്ക് മാനേജറിനായിട്ടൊരു ഫംഗ്ഷനാണ്. അത് നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ് എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ്. റീപ്പറിൽ മാത്രമേ അങ്ങോട്ടുള്ളൂ. ഈ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മിക്സിങ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ അറേഞ്ച്മെൻറ്റും കളർ കോഡിങ്ങും ഒക്കെ. അതിനുശേഷം മാത്രമാണ് നമ്മൾ മിക്സ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് സെഷനാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഞാൻ പ്രീവിയസ് ആയിട്ട് ചെയ്തൊരു വർക്കിൻ്റെ സ്റ്റെംസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റെംസ് എങ്ങനെയാണെന്ന് എനിക്ക് തന്നേക്കുന്നതെന്നുള്ളതിൻ്റെ നെയിമിംഗ് എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ട്രാക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഇപ്പോൾ ആനിമേറ്റർ 1, അപ്പോക്ലിപ്റ്റിക് സൈൻ, ഇൻട്രോ ലീഡ് സ്ട്രിങ്, ഇൻട്രലൂഡ് കോഡ്സ്, ഇങ്ങനെ കുറച്ച് ഫയൽ നെയിംസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. മിക്സ് ചെയ്യുന്ന ഈ ടൈമിൽ നമ്മൾ ഈ അറേഞ്ച് ചെയ്യുന്നത് തന്നെ വേറൊരാൾക്ക് ഈ സെഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുമ്പം എന്താണ് നമ്മൾ ഏതൊക്കെ ട്രാക്കുകളിലാണ് എന്തൊക്കെയാണുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാക്ക് നെയിം ചെയ്യുന്നത്. ട്രാക്ക് കളർ കോഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രാക്സ് ആണ്. ഇപ്പോൾ സിന്ത് തന്നെ പലത് കാണും, അല്ലെ സ്ട്രിങ്സ് തന്നെ, സ്ട്രിങ്സിൻ്റെ അകത്ത് വയലിൻ, ഷെല്ലോ, വിയോല, അങ്ങനെ പല സ്ട്രിങ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് കാണും. ഗിറ്റാർ വേറൊരു കാറ്റഗറൈസ് ചെയ്താണ് സ്റ്റെംസിൽ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് ഈ സ്റ്റെംസ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റെംസ് നമുക്ക് ഇൻസേർട്ടിൽ പോയിട്ട് മീഡിയ ഫയൽ കൊടുത്ത് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ മീഡിയ ഫോൾഡറിൻ്റെ അകത്ത് വന്നു. ഇനി ഈ ട്രാക്കെല്ലാം സെലക്ട് ചെയ്യുകയാണ്. ഓപ്പൺ കൊടുത്തു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മീഡിയ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ കൊടുത്തത്. അതായത് ഒന്നിൽ കൂടുതൽ ട്രാക്സ് ഉണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ട്രാക്കിലായിട്ട് വെക്കണോ അതോ സിംഗിൾ ട്രാക്കിൽ തന്നെ എല്ലാ ട്രാക്സും വെച്ചാൽ മതിയെന്നാണ്. നമുക്ക് സെപ്പറേറ്റ് ട്രാക്സ് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ഒരു ലോഡിംഗ് ഒക്കെ കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ട്രാക്കിലേക്ക് വരുന്ന വേവ് ഫോമിൻ്റെ ഇമേജസ് ആണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് പീക്ക് എന്ന് പറയും. പീക്ക് ഫയൽ എന്നാണ് അവർ അതിനെ പറയുന്നത്. ഇപ്പോൾ നമുക്കിതിന് ലോഡായി വരും. ട്രാക്കിൻ്റെ എൻഡിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്, അതുകൊണ്ടാണ് ഒന്നും കാണാത്തത്. സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സെഷനിലേക്ക് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഫയൽസിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ഈ വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നതായിരുന്നു മുമ്പേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ റിനെയിമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഓരോ ട്രാക്സ് കേട്ട് നോക്കുക. നമുക്ക് തന്നിരിക്കുന്നത് ഒരു 90% ആൾക്കാരും ഈ ട്രാക്ക് നെയിമിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ്. കാര്യം മിക്കവാറും ആൾക്കാർ അത് ചെയ്യാറില്ല. അത് ചെയ്യുന്നതുകൊണ്ട് വളരെ അധികം ടൈം സേവിങ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ മ്യൂസിക് ചെയ്യുന്ന ടൈമിൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരും അല്ലെങ്കിൽ പ്രീസെറ്റിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ അൺടൈറ്റിൽഡ് എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം നിങ്ങൾ എന്താണ് അതിലുള്ള കണ്ടൻറ്റ്, ആ ട്രാക്കിലുള്ള കണ്ടൻറ്റ് എന്താണ്, അല്ലെ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നെയിം ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ചെയ്ത് മ്യൂസിക് ചെയ്യുന്ന ആൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ട്രാക്ക് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ 3 ഫയൽ നെയിം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കേൾപ്പിക്കാം. അത് പിയാനോയുടെ കോഡ്സ് ആണ്. അത് ഞാനിവിടെ കോഡ്സ് എന്നിട്ടു. റോൾ ഹൈ ഉണ്ട്, റോൾ ലോ ഉണ്ട്. എന്ന് നമുക്ക് അടുത്തായിട്ട് ഇവിടെ ഉള്ളത് ഇത് സ്ട്രിങ്സ് ആണ്. ഇതിന് ഞാനിപ്പം STR എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ വയലിനാണെങ്കിൽ വയലിൻ എന്ന് കൊടുക്കുകയാണ്. അപ്പം ഞാൻ വയലിൻ ഓൾറെഡി ഒരു ഓട്ടോമേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഐക്കണും ട്രാക്ക് കളറിങ്ങിനും ഒക്കെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഇത് പറഞ്ഞിരുന്നു മുമ്പത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ട്രാക്കിന് ഓട്ടോ ഐക്കണൊക്കെ കൊടുക്കുന്നുള്ളത്. അതിനായിട്ട് നമുക്ക് SWS എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ വേണം. ഈ എക്സ്റ്റൻഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതും എക്സ്റ്റൻഷൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുക്കാം. ഓക്കെ, അടുത്ത ട്രാക്ക് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അതും സ്ട്രിങ്സിൻ്റെ തന്നെ റണ്ണാണ്. എൻസ് എന്ന് കൊടുക്കുന്നത് എൻസെമ്പിൾ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ ട്രാക്കിനും നെയിം ചെയ്യാം. ബാക്കിയുള്ള ട്രാക്കിലെല്ലാം സ്റ്റക്കാറ്റോ എന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റക്കാറ്റോ മെയിൻലി വയലിൻ്റെ ഒരു ഇതിൽ പെടുന്നതാണ്. ഇതൊരു സിന്താണ്. അപ്പോൾ നമുക്ക് സിന്ത് എന്ന് കൊടുക്കാം. ഇനി തന്നെ മൊത്തത്തിൽ നമുക്ക് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ട്രാക്കിൻ്റെ ഹൈറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് അല്ലെ കൺട്രോൾ ഷിഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആരോ യൂസ് ചെയ്ത് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം.
അപ്പോൾ ഇതിന് മൊത്തം ഫയൽസ് നമുക്ക് ഒറ്റ വ്യൂവിൽ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് നോക്കാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് ട്രാക്കേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഇനിയും ട്രാക്സ് ഉണ്ട്. ഇത് മാലയം എന്ന് പറഞ്ഞിട്ട് ഗൗതം വിൻസെൻ്റ് ചെയ്തൊരു ട്രാക്കാണ്. അതിൻ്റെ മിക്സ് ചെയ്ത സെഷനിൽ നിന്ന് ഞാൻ കുറച്ച് സ്റ്റെംസ് എടുത്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി സ്റ്റെംസ് കൂടി ഇമ്പോർട്ട് ചെയ്തിട്ട് കേൾപ്പിക്കാം. അപ്പോൾ ഞാൻ ട്രാക്സ് ഒക്കെ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി അറേഞ്ച് ചെയ്യേണ്ട ട്രാക്സ് എന്നുള്ളത്. നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. അതായത് ഗിറ്റാറെല്ലാം ഒന്നിച്ചാക്കാം. അല്ലാതെ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വയലിൻ, ചെല്ലോ അങ്ങനത്തെ ഓർക്കസ്ട്രൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഒന്നിച്ച്. പിന്നെ ഡ്രംസിൻ്റെ അകത്ത് വരുന്നത് കിക്ക്, സ്നെയർ, സിംബല്, ഹൈ ഹാറ്റ്സ്, ക്ലോസ്ഡ് ഹൈ ഹാറ്റ്സ്, പിന്നെ റൈഡ് ഉണ്ടെങ്കിൽ അത് വരും, സിംബൽ ഉണ്ടെങ്കിൽ അത് വരും. അങ്ങനെ എല്ലാം ഓരോരോ കാറ്റഗറി ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് നമുക്ക് സബ് ട്രാക്സ് ആയിട്ട് ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഫോൾഡർ എന്ന രീതിയിലൊക്കെയാണ് അതിനെ പറയുക. ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം വെക്കുന്നത് വോക്കൽസ് ആണ്. നിങ്ങളുടെ പ്രിഫറൻസ് ആണ് എങ്ങനെ ഏത് ട്രാക്ക് വെക്കണം എന്നുള്ളത്. ഞാൻ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിൽ ഞാൻ ഇത് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത്തരം ട്രാക്സ് നമുക്ക് സ്ട്രിങ്സിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്ട്രിങ്സിൻ്റെ അകത്തുള്ള എങ്ങനെയാണ് നമ്മളിപ്പോൾ കാറ്റഗറൈസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതായത് ആദ്യം നമ്മളൊരു ഓഡിയോ ട്രാക്ക് ഉണ്ടാക്കുവാണ്. അതിന് ഞാൻ സ്ട്രിങ്സ് എന്ന് പറഞ്ഞ് നെയിം ചെയ്തു. അതിനുശേഷം ഏറ്റവും ടോപ്പിക് കൊണ്ടുവന്നു സ്ട്രിങ്സിൻ്റെ. ഇത്തരം ട്രാക്ക് ഞാൻ ഒന്നിച്ച് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രാഗ് അപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ട്രാക്കിൻ്റെ കീഴിലാണ് ഇത്തരം ട്രാക്സ് വരുന്നത്. അപ്പോൾ ഞാനിത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും പ്ലേ ആവില്ല. ഇപ്പോൾ സ്ട്രിങ്സ് ഇല്ല. ഇപ്പോൾ ബാക്കിയുള്ള സൗണ്ട്സ് നമുക്ക് കേൾക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ് ട്രാക്സ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഇതിനെല്ലാം പ്രോസസ്സ് ചെയ്യാൻ പറ്റും എളുപ്പമെന്ന്. ഇപ്പോൾ ഇവിടെ എഫക്ട്സ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ട്രാക്സിലും ഇത് അപ്ലൈ ആവുന്നതായിരിക്കും. നമ്മൾ മാനുവലി ഓരോ ട്രാക്കിൽ പോയി കോമൺ ആയിട്ടുള്ള എഫക്ട്സ് ഒന്നും ഇട്ട് സിസ്റ്റത്തിന് ലോഡ് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള ട്രാക്സ് കൊണ്ട് ചെയ്യാം. ഇപ്പോൾ ഇത് രണ്ടും മ്യൂട്ടഡ് എന്ന് എഴുതിയേക്കുന്നത് മ്യൂട്ടഡ് ഗിറ്റാറിൻ്റെ ആണ്. അതായത് ഞാൻ കേൾപ്പിച്ചു തരാം അതിൻ്റെ സൗണ്ടിങ്. അപ്പോൾ അങ്ങനത്തെ സൗണ്ടിങ് ആയിട്ടുള്ള കുറച്ച് റെക്കോർഡിങ്സ് ആണ് ഇതെല്ലാം. ഗിറ്റാറിന് ഞാൻ നെയിം ചെയ്തു. എന്നിട്ട് മ്യൂട്ടഡ് എല്ലാം ഞാൻ ഗിറ്റാറിൻ്റെ കീഴിൽ കൊണ്ടുപോയി. ഇനി ഇത് രണ്ട് ട്രാക്സ് നമുക്ക് ഇൻറ്റൻഷ്യലി അവർ തന്നേക്കുന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് പാൻ ചെയ്യാം. പിന്നെ ഇത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേക്കുന്നതല്ല, DT എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് വായിച്ചേക്കുന്നതാണ്. അതിൻ്റെ ഒരു ലൈലിനെസ് അതിന് ഉണ്ടാകും, ആ ട്രാക്കിനുണ്ടാകും. ഓക്കെ, ബേസ് ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യുക. ബേസ് നമുക്കാണ് ഗിറ്റാറിൻ്റെ കീഴിൽ തന്നെ വെക്കാം. ബേസിന് നമ്മൾ വേറെ രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കോമൺ ആയിട്ട് ലൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നുള്ളത് ബെൽസ് ആണ്. ബെൽസ് നമുക്ക് കീസിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ബെൽസ് റോഡ്സ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്, അതെല്ലാം നമുക്ക് കീബോർഡിൻ്റെ അല്ലെ പിയാനോയുടെ കീഴിൽ തന്നെ കൊടുക്കാം. കഴിഞ്ഞ് സ്നെയർ, അതിന് ടോംസ്, അതിന് റൈഡ്, അതിന് സിമ്പിൾസ്. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഡ്രംസ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യാണ്. ഇങ്ങനെ നമുക്ക് എത്ര ട്രാക്സിനെ വേണമെങ്കിൽ ഇതിനകത്ത് സ്റ്റാക്ക് ചെയ്യാം. അതിന് ലിമിറ്റ് ഒന്നുമില്ല. സ്റ്റാക്ക് ചെയ്ത ഫോൾഡറിനെ സ്റ്റാക്ക് ചെയ്തതിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും വോക്സ് ബോൾസ് എഴുതിയേക്കുന്നതും ശരിക്കും സിന്തിൻ്റെ കീഴിൽ വരുന്ന സൗണ്ട്സ് ആണ്. അത് വോക്കൽ ട്രാക്സ് അല്ല, നമുക്കത് സിന്തിൻ്റെ കീഴിൽ തന്നെ കൊടുക്കാം. ഇപ്പോൾ ഹാം എന്നുള്ളത് ഗിറ്റാറിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ ട്രാക്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പം ആദ്യം പ്ലേ ആവുന്ന ട്രാക്സ് എല്ലാം മേളിൽ, അതായത് ഇപ്പം സബ് ഗ്രൂപ്പിൻ്റെ അകത്ത് ആദ്യം കൊണ്ടുവരിക. അപ്പോൾ ഇത് ഇവിടെ മ്യൂട്ടഡ് ലെഫ്റ്റ്, മ്യൂട്ടഡ് റൈറ്റ് എന്ന് പറഞ്ഞ് ആദ്യം ഒരു ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം പ്ലേ ആവുന്നത്, ഈ ഗിറ്റാറിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഫസ്റ്റ് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് സെക്കൻഡ് പ്ലേ ആവും. ഇനി ഇതാണ് തേർഡ് വരുന്നത്. അത് കഴിഞ്ഞ് അവസാനമാണ് ഇത് പ്ലേ ആവുന്നത്. ഇങ്ങനെ ഇട്ടാലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ട്രാക്കാണ് ഗിറ്റാർ എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് കളർ കോഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും കണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ടൈം കൺസ്യൂം ചെയ്യും. പക്ഷെ നമുക്ക് പിന്നീട് ഒരു ട്രാക്ക് ഇന്ന ട്രാക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഈ കളർ കോഡിങ്ങിൻ്റെ നിർബന്ധമില്ല. ട്രാക്ക് നെയിമിംഗ് ആണ് മെയിനായിട്ട് നമുക്ക് റീപ്പറിൽ ആവശ്യമുള്ളത്. കാര്യം ട്രാക്ക് നെയിം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ReaConsole ഉപയോഗിച്ച് ഏത് ട്രാക്കാന്ന് വെച്ചാൽ അതിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ ട്രാക്സിൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ട്രാക്ക് നെയിംസ് ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. സെലക്ട് എന്നുള്ളതിന് S ആണ്. സെലക്ട് ഡ്രംസ് എന്ന് കൊടുക്കാം. ഓക്കെ, D എന്ന് കൊടുത്തപ്പോൾ തന്നെ അവർ
ട്രാക്ക് നമ്പറും ട്രാക്കിൻ്റെ നെയിമും കാണിച്ചു കഴിഞ്ഞു. സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രംസിലേക്ക് ചെന്നു. ഇതിന് വി കൊടുക്കാം. ഞാൻ സ്മോൾ ലെറ്റർ VOX അടിച്ചപ്പം ഇതാ ഇവിടെ നമുക്ക് സെലക്ഷൻ ഓൾറെഡി വന്നു. അപ്പം ഇങ്ങനെ നമുക്ക് ട്രാക്സ് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഈ കൊളാപ്സ് ചെയ്യുന്ന ഫോൾഡേഴ്സിനെ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് ഡ്രോപ്പ് ഡൗൺ ഒരു ഇത് കാണാം നമ്മുടെ സബ് ഫോൾഡറിന്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഏറ്റവും ചെറുതായിട്ട് കൊളാപ്സ് ചെയ്യും. ഇതാണ് ഏറ്റവും ചെറുതായിട്ടുള്ളത്. ഇത് വലുതായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഫുൾ വലുതാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ കാണാം. ഇതാ ഇങ്ങനെ 3 രീതിയിലാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫുള്ളൊന്ന് കൊളാപ്സ് ചെയ്തിട്ട് എന്തിനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തതെന്നുള്ളതും സബ് ഫോൾഡർ ആക്കിയെന്നുള്ളതും കാണിച്ചു തരാം. ഇവിടെ ഈ സബ് ഫോൾഡറിൻ്റെ അതായത് നമ്മുടെ ഈ 3 ട്രാക്സ് വന്നു ചേരുന്ന ആ ട്രാക്കിൽ അതിൻ്റെ ഓവറോൾ സം ചെയ്ത വേവ് ഫോം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാ ട്രാക്കിനും കാണിക്കും. നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ പോലും അത് ആ ചേഞ്ച് അതിനകത്ത് അവർ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു ഏരിയ സെലക്ട് ചെയ്യാം. അതെ ഇതാ ഇവിടെ. ഇപ്പോൾ ഞാൻ വോളിയം കുറയ്ക്കുന്നതനുസരിച്ച് അവിടെയും കുറയുന്നത് കാണാം. ലൈവ് പ്രിവ്യൂ ആണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമുക്ക് എളുപ്പമായി. സ്ട്രിങ്സ് ആണ്, സ്ട്രിങ്സിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രിങ്സ് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മിക്സിങ്ങിനുള്ള ഫയൽസ് സ്റ്റെംസ് തരുമ്പോൾ നമ്മളത് സെക്ഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ട്രാക്ക് മാനേജർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചും ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ Command+Shift+M പ്രസ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിലാണെങ്കിൽ Ctrl+Shift+M പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ ഒരു ട്രാക്ക് മാനേജർ എന്ന് പറഞ്ഞ വിൻഡോ വരും. അപ്പോൾ ഈ വിൻഡോയിൽ നമുക്ക് ഇതുപോലെ ട്രാക്കിൻ്റെ പേര് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വൺസ് നമ്മൾ ഈ ട്രാക്ക് നെയിം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഈ ട്രാക്ക് നെയിമിങ് നമുക്ക് ബാക്കി ഇനി ഇവിടെ ചെയ്ത് നോക്കാം. അതായത് ഞാനിപ്പോൾ കിക്ക് വൺ എന്നുള്ളത് എനിക്ക് കിക്ക് 1 എന്ന് വേണ്ട, കിക്ക് എന്ന് മാത്രം മതി. എനിക്കിവിടെ നെയിം ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാ കിക്ക് എന്നുള്ളത് പേര് മാറിയിട്ടുണ്ട്. കിക്ക് 1 എന്നുള്ളത് മാറി. ഇപ്പോൾ snare_1 ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് സ്നെയറിനാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് TCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ക് ഈ പ്രൊജക്ട് ഫയലിൽ കാണിക്കത്തില്ല. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ FX ഇപ്പം ഞാൻ ഇതിനകത്തൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് FX വേണമെങ്കിൽ ഇവിടെ നിന്ന് ലോഡ് ചെയ്യാം. ഇതാ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് എഫക്റ്റാണെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ റീവർബേറ്റ് കൊടുക്കാം. പിന്നെ അത് ഞാൻ പ്രീസെറ്റ് എടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ഇതിട്ടതാണ്. ഇനി നമുക്കിവിടെ പ്ലഗിൻസ് ലോഡ് ചെയ്യണം. അവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പം ഞാൻ ഡിലേ കൊടുക്കുകയാണെങ്കിൽ ഡിലേ. ഇനി നമുക്കിങ്ങനെ എത്ര പ്ലഗിൻസ് ഉണ്ടോ അത്രയും തന്നെ ലോഡ് ചെയ്യാം. എന്നിട്ട് ആ ട്രാക്കിൽ ഏത് പ്ലഗിനിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അതിലിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിവർബേറ്റ് ആണ് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ പെട്ടെന്ന് തന്നെ ലോഡായി കാണിക്കുന്നതായിരിക്കും. അത് എല്ലാത്ത രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ FXൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതേ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ കൊടുത്താലും വരും. ഇതിലൊരു RMS എന്ന് കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെക്കോർഡ്, ഇത് മ്യൂട്ട്, ഇത് സോളോ. ഇത്രയും കാര്യങ്ങളും നമുക്കിവിടെ സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇത്രയും ട്രാക്ക് സെലക്ട് ചെയ്ത് സോളോ ചെയ്യാണ്. എങ്കിൽ അൺസോളോ ചെയ്യണേ അങ്ങനെ ചെയ്യാം. മ്യൂട്ട് ചെയ്യണേ ചെയ്യാം. റെക്കോർഡ് ആക്റ്റീവ് ആക്കണേ അതും ചെയ്യാം. ഇവിടെ ലോക്ക് ചെയ്യണേ ലോക്ക് ചെയ്യാം. ഇപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ട്രാക്കിലും ചെയ്യാൻ പറ്റില്ല. അതായത് FX ഇടാൻ പറ്റില്ല, വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ട്രാക്സിന് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുകയൊക്കെ ചെയ്യാം. അങ്ങനെ മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ Command+L പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യണം. അപ്പോൾ ക്ലിപ്പിന്റെ ലോക്ക് വരും. ഇനി നമുക്ക് ഈ ട്രാക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല തിരിച്ച് അൺലോക്ക് ആക്കാതെ. പിന്നെ ഹൈറ്റ് ലോക്ക് ഉണ്ട്. ഇപ്പം നമുക്ക് ഈ ഹൈറ്റിൽ നിന്ന് മാറണ്ട. നമ്മളിപ്പോൾ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് അതായത് Command+Shift അപ്പ് ഓർ ഡൗൺ ആരോ ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈറ്റ് മാറണ്ട എന്നുണ്ടെങ്കിൽ ട്രാക്കിന്റെ ഹൈറ്റ് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ബാക്കിയുള്ള ട്രാക്സിന് മാത്രമേ ഹൈറ്റ് ചേഞ്ച് ആവുള്ളൂ. ഇപ്പം അൺലോക്ക് ചെയ്തു. പിന്നെ നമുക്കിവിടെ ഉള്ളത് FIPM എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ട്രാക്കിൻ്റെ അകത്ത് തന്നെ ഇതിനെങ്ങനെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അതായത് ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇതിന് ചെറുതാക്കോ വലുതാക്കോ. പക്ഷേ മാക്സിമം ഈ ട്രാക്കിൻ്റെ ഹൈറ്റിനുള്ളിൽ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ നമുക്കിവിടെ ഒരു ഇത്രയും ഭാഗം കട്ട് ചെയ്യാമെന്ന് വെച്ചോ. കട്ട് ചെയ്തു. ഞാനിപ്പം എനിക്ക് ഇങ്ങനെ വേറെ ട്രാക്കിൽ പോകാതെ തന്നെ ഓവർലാപ്സ് ഒക്കെ നമുക്കിവിടെ ഈ ഒരു ട്രാക്ക് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ FIPM എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ചില ട്രാക്സ് ഒക്കെ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് പാടുമ്പോഴൊക്കെ നമ്മൾ വേറെ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ റീപ്പറിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് ചെറുതായിട്ടായിരിക്കുന്ന FIPM ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ പോകും.
നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ ഓവർലാപ്പ് വന്നു. തിരിച്ച് FIPM കൊടുത്തു കഴിയുമ്പോൾ പഴയ പോലെ തന്നെ സ്മൂത്തായിട്ട് ഓവർലാപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് ഫ്രീസ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഫ്രീസ് ചെയ്യണമെങ്കിൽ ഫ്രീസിൻ്റെ ഏത് ട്രാക്കാണ് ചെയ്യേണ്ടത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫ്രീസ് ട്രാക്ക് ടു മോണോ ഉണ്ട്. ഇപ്പം നമ്മളിതിനെ റെൻഡർ ചെയ്ത് വെക്കുകയാണ്. അതായത് ഇപ്പം ഇതൊരു മിഡി ട്രാക്ക് ആണെങ്കിലായിരുന്നു നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം വരിക. ഓഡിയോ ട്രാക്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. അധികം പ്ലഗിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് പ്രോസസ്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ പ്ലഗിൻസിൻ്റെ ലോഡ് CPU അധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് ട്രാക്സ് ഉപയോഗിക്കാറുണ്ട്. ആ ഒരു സ്റ്റേറ്റ് വെച്ചിട്ട് തന്നെ ബൗൺസ് ചെയ്യും പ്ലഗിൻസ് അടക്കം. എന്നിട്ട് അവർ അതിനകത്ത് തന്നെ കീപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. ഇതാ ഇതിനകത്തൊരു എഫക്ട്സും ഇല്ല. ഇതാണ് പ്രോസസ്സ് ചെയ്ത വേർഷൻ. ഞാൻ ഉണ്ടോ ചെയ്തു. അതായത് നമ്മുടെ പഴയ വേർഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റീരിയോ ആയിട്ടോ മോണോ ആയിട്ടോ മൾട്ടി ചാനലായിട്ടോ ഒക്കെ നമുക്ക് ഔട്ട് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ആ ട്രാക്കിൽ തന്നെയോ അല്ലെങ്കിൽ മറ്റ് ട്രാക്സിലോ ആയിട്ട് നമുക്കത് കൊണ്ടുവരാനും പറ്റുന്നതാണ്. ഇവിടെയും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതായത് ഇപ്പം സിന്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിന്ത് എന്ന പേരുള്ള അല്ലെ സിന്തിൻ്റെ കീഴിൽ വരുന്ന സബായിട്ടുള്ള ട്രാക്സും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യും. അതാണ് നമുക്ക് ഇതിനകത്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇവിടെ നമുക്ക് ഗിറ്റാർ കൊടുക്കാം. ഗിറ്റാർ വരുമ്പോൾ ഇതെല്ലാം വന്നു. ഇതിനെല്ലാം കളർ ചെയ്യണേ തന്നെ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഗ്രേ ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു കളർ പാലറ്റ് വരും. ഇപ്പോൾ ഇവിടെ എല്ലാത്തിനും ഈ ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. അതിന് ഫിൽറ്റർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രാക്സും കാണിക്കുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ട്രാക്സ് നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ മാസ്റ്റർ ട്രാക്കും കാണിക്കുന്ന രീതിയിൽ. ഇപ്പോൾ മാസ്റ്റർ ട്രാക്ക് നമ്മുടെ പ്രൊജക്റ്റ് കാണില്ല, പക്ഷെ മിക്സർ വിൻഡോയിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ട്രാക്ക് മാനേജറിലും കാണാൻ പറ്റും. അത് ഓഫ് ചെയ്യണമെങ്കിൽ ഷോ മാസ്റ്റർ ട്രാക്ക് ആൻഡ് ട്രാക്ക് മാനേജർ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.